പോവാം. 10 മണി 10:05 അപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവും. പോയിട്ട് വരാട്ടാ. ബൈ. എനിക്ക് പോകണ്ട. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങളിത് ഓട്ടോയിൽ ഇരുന്നിട്ട് വീഡിയോ എടുക്കണേ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. ഡിവൈനും ഞാനും കൂടി ഒന്ന് ചില്ല് ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഡാഡിയും ചേട്ടനും പിന്നാലെ വരാൻ നോക്കി, പക്ഷെ ഞങ്ങൾ വളരെ ബ്ലോക്ക് ചെയ്തു. ഞങ്ങൾ പോയിട്ട് വന്നോളാം, അതെ പോയിട്ട് വന്നോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോന്നു. കാരണം നമുക്ക് നമ്മുടെ ഒരു ഫ്രീഡത്തിന് ഇഷ്ടത്തിന് കണ്ടവർക്കൊക്കെ കയറി വരണം എന്നുള്ളതാണ്. ഇന്ന് കുറച്ചധികം പ്ലാൻസ് ഉണ്ട്. എവിടെയൊക്കെ പോകാൻ പറ്റുന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ എന്തായാലും വിചാരിച്ചു ഞങ്ങൾ വല്ലപ്പോഴും ഇറങ്ങുന്നതാണ് ഒന്നിച്ച് ഷോപ്പിങ്ങിന്. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. മെയിൻ സംഭവം കുറച്ച് ബേബി പ്രോഡക്ട്സ് വാങ്ങിക്കാനുണ്ട്. പിന്നെ എനിക്ക് 1-2 അത്യാവശ്യ സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് മുൻപത്തേക്കും പോകണം. അപ്പോൾ ഇനി കുറച്ച് തിരക്കുള്ള ദിവസങ്ങളാണ്. ആഷിയുടെ ഡെലിവറിയൊക്കെ അടുത്തു. അപ്പോൾ അതിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും ഇനിയിപ്പോൾ നേരെ ഫസ്റ്റ് നമ്മൾ സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് അടുത്തടുത്ത് ആണ് ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഷോപ്പ് ചെയ്യാം. ആദ്യം തന്നെ ഞങ്ങൾ പോയത് സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ. പക്ഷെ അവിടെ 11 മണിയാകുമ്പോഴേ ഓപ്പൺ ആവുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. അപ്പോൾ തുടക്കം തന്നെ ഫ്ലോപ്പായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ വിചാരിച്ചു ARKയിൽ പോകാമെന്ന്. അവിടെ നിന്നാണ് ഞങ്ങൾ സ്ഥിരം മറ്റേ വീട്ടിലിടുന്ന പോളോ നൈറ്റി, കുറേ പേര് ചോദിക്കാറുണ്ട് ഡിവൈനും ഞാനൊക്കെ ഇടുന്ന നൈറ്റി എവിടെ നിന്നാണ്. ഇവിടെ നിന്നാട്ടോ വാങ്ങിക്കാറ്. നമ്മുടെ റിലയൻസിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഷോപ്പാണ്. വളരെ റീസണബിൾ റേറ്റിൽ നമുക്ക് വീട്ടിലിടാൻ പറ്റുന്ന പോളോ നൈറ്റീസ്, ബനിയനൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് 1-2 നൈറ്റിയും ടോപ്സൊക്കെ എടുക്കണമായിരുന്നു. അതെടുത്തു. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ നടന്നു കേട്ടോ. നല്ല വെയിലായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ സംഭവം കുറച്ച് ബേബി പ്രോഡക്ട്സ് വാങ്ങിക്കാനുണ്ട്. ശരിക്കും ഈ ഒരു ഏരിയ മൊത്തം ഇപ്പോൾ ബേബി ഷോപ്സിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ബേബി ഗാലക്സിയിലാണ് കയറിയത്. ബേബി ഗാലക്സിയിൽ കയറി അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചു. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഇപ്പോൾ ബേബി മീ വന്നിട്ടുള്ളത്. ഈ ഷോപ്പും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒത്തിരി ക്യൂട്ടായിട്ടുള്ള റോംബേഴ്സും ഡ്രസ്സുകളും ടോയ്സും കോംബോ പാക്സും എന്ത് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഞാനും വാങ്ങിച്ചു. ഡിവൈനും കൂട്ടത്തിൽ കുറച്ച് റോംബറും കാര്യങ്ങളൊക്കെ ഇത് സെറ്റ് ചെയ്ത് വാങ്ങിച്ചു. എന്ത് ഭംഗിയാണെന്നറിയോ ഈ റോംബേഴ്സൊക്കെ കാണാനായിട്ട്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ 1-2 റാപ്പർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എനിക്ക് ഇവിടുന്ന് കിട്ടിയില്ല. 2 സ്ഥലത്തൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ശരി, ഫസ്റ്റ് ക്രൈ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ. അവിടുന്ന് നേരെ ഞങ്ങൾ ഫസ്റ്റ് ക്രൈയിലേക്കാണ് കേട്ടോ പോയത്. അവിടെ ചെന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ച പോലത്തെ ഒരു നല്ലൊരു റാപ്പറും എനിക്ക് കിട്ടി. പിന്നെ അവിടുന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് ടീ കട. ഞാനും ഡിവൈനും ഫുഡീസാണ്. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങുന്നതേ ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോഴേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ടീ കടയിലൊന്ന് വരണം എന്നുള്ളത്. അങ്ങനെ നേരെ ഞങ്ങൾ ടീ കടയിൽ പോയി. അവിടെ നോക്കിയപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ മോമോസ് വാങ്ങിച്ചു, പിന്നെ പാനിപ്പൂരി വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ 2 പേരും ഒരു ഡ്രിങ്ക്സും കഴിച്ചു. ഞാനൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ഡ്രിങ്കും കഴിച്ചു. ഡിവൈൻ കോൾഡ് കോഫിയാണ് കഴിച്ചത്. ഞങ്ങൾക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ടീ കടയിലത്തെ സ്നാക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനും ഡിവൈനും വരുമ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വരണമെന്ന് വെച്ചാൽ ഞങ്ങൾ ടീ കടയിൽ കയറിയിട്ടേ പോകാറുള്ളൂ കേട്ടോ. ഈ പാഷൻ ഫ്രൂട്ട് ജ്യൂസും ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വെയിലാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വെയിലും ചൂടുമാണ്. അപ്പോൾ നല്ലൊരു ഓട്ടോ ചേട്ടനെയും കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആ ചേട്ടൻ്റെ ഓരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിനി നേരെ പോകുന്നത് ഹൈ റോഡിലേക്കാണ്. എനിക്കൊന്ന് 2 ചപ്പലും ബാഗും ഒക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അവിടുത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ നമ്മുടെ സ്ഥിരം സ്ഥലം VKR ആണ്. അപ്പോൾ കുറച്ച് ബൾക്കായിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. പാച്ചുവിൻ്റെ പാൽപ്പൊടി, ക്രീമുകൾ, മെഡിസിൻസ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. VKRൽ കയറി ഇറങ്ങിയാൽ ഞങ്ങൾ പറയും പോക്കറ്റ് കാലിയാവും എന്നുള്ളത്. കാരണം പിള്ളേരുടെ പ്രോഡക്റ്റ്സൊക്കെ ഭയങ്കര റേറ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഞാനും ഡിവൈനും ഞങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. ഇവിടുന്ന് മെയിനായിട്ട് വാങ്ങിക്കാറ് ഈ പീഡിയാഷ്യൂർ ആണ്. അപ്പോൾ തന്നെ ഇതാ ബില്ല് കണ്ടോ, ഇത്രയും ആയ. ആകെ 5-6 കൂട്ട സാധനങ്ങളെ മേടിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ പോക്കറ്റൊക്കെ കാലിയായി.
ആ ചേട്ടൻ കളിയാക്കി ചോദിക്കുകയായിരുന്നു ഓട്ടോ ചേട്ടൻ, നിങ്ങൾ മരുന്ന് വാങ്ങിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ചെറിയ എന്തെങ്കിലുമാണെന്ന് വിചാരിച്ചു. ഇത് 2 പേരുടെ കൈ നിറയെ സാധനങ്ങളായിട്ടാണ് ഞങ്ങൾ തിരിച്ച് കയറിയത് കേട്ടോ. എന്തായാലും വെയിലും ചൂടും ഒക്കെ കൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും വിശന്നു. എന്നാൽ ശരി, നമുക്കിനി എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചത് ശരി നമുക്ക് ഹോട്ടോ വെല്ലിൽ കയറിയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ലൈറ്റായിട്ട് കഴിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് ഇത് മടങ്ങാം. ഇനി നമ്മുടെ പ്രത്യേകിച്ചുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ്റെ പ്രാരാബ്ദവും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതായത് കോമഡി രൂപേണയാണ് പറയുന്നത്, പക്ഷെ എന്തോ കേട്ടപ്പോൾ വിഷമം തോന്നി. കണ്ടോ, ഞങ്ങൾ ഫുൾ ഓൺ ലഗേജാണ്, ഇഷ്ടം പോലെ സാധനങ്ങളാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇവിടെ കയറണോ എന്ന് ചിന്തിച്ചു, പക്ഷെ വീട്ടിൽ കയറിയാൽ പിന്നെ ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ലഗേജ് പിടിച്ചാലും വേണ്ടില്ല, ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ദേ ഹോട്ടോ വെല്ലിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് ഞങ്ങളുടെ ഫേവററ്റ് ഐറ്റംസ് ഉണ്ട്. ഇവിടുത്തെ സിംഗർ ബർഗർ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലത്തെ ഇവിടുത്തെ മിൽക്ക് ഷേക്സ് ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ തൽക്കാലം ഞങ്ങൾ ഒരു ബർഗറും ഒരു പെപ്സിയും കഴിച്ച് മതിയാക്കി. ഇതാ കണ്ടോ, നമ്മുടെ സാധനങ്ങൾ, ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ പല കടകളിലായിട്ട് കയറി ഇറങ്ങി വാങ്ങിച്ചതാണ് കേട്ടോ. ഞങ്ങൾക്ക് എന്തായാലും ഞാൻ ഡിവൈനും ഇടയ്ക്ക് ഇങ്ങനെ പോകുമ്പം ആരുമില്ലാതെ ഞങ്ങൾ ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കണ്ടോടത്തും കേട്ടോടത്തും ഒക്കെ കയറി ഇറങ്ങി നമുക്ക് വാങ്ങിക്കാം. ഡാഡിയൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഒരു കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുക, എല്ലായിടത്തും ഇങ്ങനെ കയറി ഇറങ്ങല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിന്ന് മാക്സിമം എല്ലായിടത്തും പോയിട്ട് നമ്മുടെ കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്തു. അങ്ങനെ എപ്പോഴത്തേക്കും ഞങ്ങളുടെ ബർഗർ എത്തി, പെപ്സി എത്തി, ഞങ്ങൾ വേഗം കഴിച്ചു. ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ എനിക്കൊന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടി പോകണം. മിൻസിലാണ് പോകുന്നത്. അപ്പോൾ ഡിവൈനെ നേരെ ഈ ഓട്ടോയിൽ വീട്ടിലേക്ക് വിടുകയാണ്. ഇടയിൽ ഞാനൊന്ന് ഇറങ്ങും. എൻ്റെ കഴിയുമ്പോൾ ഞാൻ വേറെ ഓട്ടോ പിടിച്ച് പോയാൽ മതിയല്ലോ, കാരണം വീട്ടിൽ നമ്മുടെ പിള്ളേർ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താ അവസ്ഥ എന്ന് നോക്കണം. തൽക്കാലം ഇന്നത്തെ വിശേഷം ഇത്രയും നിർത്താം അല്ലേ.